നമ്മുടെ ചെറുപുഴ പഞ്ചായത്തിൽ കരിക്കരയിൽ ഉണ്ണിയേട്ടൻ്റെ പച്ചക്കറിത്തോട്ടമുണ്ട്. ഇവിടെ പയറും പാവലും ഇഷ്ടംപോലെ വിളയിച്ചെടുക്കുന്നുണ്ട്. എല്ലാം ജൈവികമായ കൃഷിയാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് കീടങ്ങളുടെ ശല്യം തീരെ ഇല്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇല്ലാത്തത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൻ്റെ പച്ചക്കറി പാവൽ അതുപോലെ തന്നെ പയർ ഇതെല്ലാം ഇല്ല പച്ചക്കറി തോട്ടമാണ്. അത് ഇവിടെ ഫെറമോൺ കണി സ്ഥാപിച്ചത് ഇപ്പോൾ പ്രായോഗികമാണ്. നമ്മളെ പാവൽ കംപ്ലീറ്റ് ഇത് ഈച്ച കുത്തിയിട്ട് നശിപ്പിക്കുന്നതിനെതിരെ അദ്ദേഹം സ്ഥാപിച്ച ഫെർമോൺ കണി ഇതിൽ മുഴുവൻ ഈച്ചയാണ്. അപ്പോൾ ഈച്ചേനെ പ്രായോഗികമായിട്ട് ഈ കണിയിലൂടെ പിടിക്കാൻ പറ്റുന്നതാണ്. അതായത് നമുക്ക് ഈ പാവക്ക ഇത് ആരോഗ്യത്തോടു കൂടി കിട്ടുന്നില്ലതാണ്, ഈച്ച കുത്താതെ കിട്ടുന്നില്ലതാണ്. ഒന്നും പഴുത്തു പോകില്ല, കേടായി പോകില്ല. അതിനുള്ളൊരു സാക്ഷ്യമാണ് ഇദ്ദേഹത്തിൻ്റെ ഈ. അപ്പോൾ ഉണ്ണിയേട്ടൻ്റെ ഈ ഇത് കൃഷി പച്ചക്കറിത്തോട്ടത്തിൽ ഈ കയ്പക്ക കംപ്ലീറ്റ് ഈച്ച കുത്താതെ തന്നെ ഉണ്ട്. അത് ഈ ഫെറമോൺ കണി സ്ഥാപിച്ചുകൊണ്ടായിരിക്കും അല്ലേ? അതെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പാവക്ക കഴിച്ചപ്പോൾ ഈ ഇതിന് കടലാസ് കുത്തി വിട്ടു. അപ്പം കുറച്ച് ചെറിയ ഏരിയയിൽ കൃഷി ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ഞങ്ങൾക്കൊരു ഇതാകുന്നില്ല. പിന്നെ ഞങ്ങൾ നോക്കുമ്പോൾ ഇത് മുഴുവൻ കുത്തിപ്പോവായിരുന്നു. അന്നേരം നമ്മളിപ്പോൾ ഈയിടെ അത് നമുക്ക് പറയാൻ പറ്റില്ല, നമ്മൾ ഏലിയാസില്ലേ, നമ്മൾ കൃഷിൻ്റെ എല്ലാ പാടും പഠിച്ച് അയാളോട് പോയിട്ട് അന്നേരം പറഞ്ഞു, ഉണ്ണേട്ടാ ഇത് ഇതേപോലെ ചെയ്താൽ. ഞങ്ങൾക്ക് ആദ്യം ഇപ്പോൾ ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ 2, 3, 4 സ്ഥലങ്ങളിലായിട്ട് ഈ ചെക്കണി എന്നാണ് ഇതിൻ്റെ പേര് അവർ പറഞ്ഞത്. ഈ ചെക്കണി ഫിറ്റ് ചെയ്തു. അപ്പോൾ അതിനകത്ത് ഇപ്പം ഞങ്ങൾ അതിൻ്റെ കണക്കൂട്ടായപ്പോൾ 1 ലക്ഷക്കണക്കിന് ഈച്ചനെ ഞങ്ങൾ പിടിച്ചെടുത്തു, കളഞ്ഞു. എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെ പാവയ്ക്ക് അങ്ങനെ പോകുന്നില്ല. അതെ, മറ്റേ നമ്മൾ വിഷമില്ല, മരുന്നടിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഒരു മരുന്നിൻ്റെ ആവശ്യമില്ല. ഇതിപ്പം കാണില്ല, ഇത് ഇന്നലെ രാവിലെ എടുത്ത് കളഞ്ഞതാണ്. അതെ, വീണ്ടും അതേപോലെ തന്നെ ആയി. നമ്മളെ ജൈവികമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമല്ലോ അവർ വിഷമടിക്കാതെ. നമ്മൾ വീടുകളിലെ ആവശ്യത്തിന് ഒരു കാരണവശാലും, വീടുകളിലല്ല, നമ്മൾ സെയിൽസിനായാലും ഒരു കാരണവശാലും 5-8 എണ്ണം ഇത് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയയിലെ ഈച്ച ഒന്നാമത് ഇതിനകത്ത് ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ജീവിൻ്റെ ഒരു സ്മെല്ലാണ് ഈ കേക്കിന് പറഞ്ഞു തരുന്നത്.